വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മലയാളപ്പുഴ അമ്പലത്തിൽ പോയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ കോന്നി എക്കോ ടൂറിസത്തിലേക്ക് വന്നു കേട്ടോ. ഇവിടെ കുറേ ആനക്കുട്ടന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ പിള്ളേരെ എല്ലാവരെയും അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞായറാഴ്ചയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇവിടെ വന്നത് ഇവിടുത്തെ ഒരു മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. കാരണം ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആനക്കുട്ടന്മാരെ കാണാതെ ഫസ്റ്റ് നമ്മൾ മ്യൂസിയത്തിലേക്കാണ് കയറിയത്. ഇവിടെയും കുറേ ആനക്കുട്ടന്മാരുടെ പ്രതിമകളും ഫോട്ടോസും അതുപോലെ തന്നെ അസ്ഥികൂട ആനയുടെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര വെയിലായിരുന്നു പുറത്ത്. അപ്പോൾ ഞങ്ങൾ ആദ്യം മ്യൂസിയത്തിൽ കയറിയിട്ട് ആനക്കുട്ടന്മാരുടെ അടുത്തോട്ട് പോകാമെന്ന്. അങ്ങനെ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. ഫോട്ടോസും അതുപോലെ ഈ മൃഗങ്ങളുടെ സൗണ്ട് കാര്യങ്ങൾ അങ്ങനെ കുട്ടികൾക്ക് കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയത് ഈ ആനക്കുട്ടന്മാരുടെ അടുത്ത് എത്തി കേട്ടോ. ഇവിടെ പക്ഷേ പഴയ പോലുള്ള ആനകളും കാര്യങ്ങളും ഒന്നും ഇല്ല, അത്രയ്ക്ക് വളരെ കുറവായിരുന്നു കേട്ടോ. മൂന്നോ നാലോ ആന മാത്രമേ ഉള്ളായിരുന്നു. പണ്ട് നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരുപാട് ആന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ആന മതം പൊട്ടി നിൽക്കുന്ന മതപ്പാടിലാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. അങ്ങനെ ആ പാർക്കിലേക്ക് വന്നു. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്നു. എല്ലാവരും പാർക്കിലും കാര്യങ്ങളിലും ഒക്കെ കയറി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ബൈ ബൈ.